Hi viewers, today we are discussing the subject Business Environment and Policy of BBA S3 under Kerala University and myself Mary Netto from Department of Management DBC Kottayam. Today we are discussing the factors of microenvironment. So few sections we already discussed the economic environment, political and government environment, socio-cultural environment and natural environment. So this session we are discussing the demographic environment, technological environment and international environment. So let's see in detail what are the three different environments. So we can see demographic environment. So demographic factors include size, growth rate, age composition, sex composition of population, and also the family size, economic stratification of population, educational level, and the caste, religion, etc. So all these demographic factors are relevant to business. So these factors affect the demand for goods and services. So markets with growing population and income are growth market because rapidly increasing population indicates a growing demand of many products. Also we can say that high population growth rate indicates an enormous increase in labor supply or cheap labor, and the growing markets have encouraged many multinationals to invest in the developing country. സോ ഹിയർ ദ ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് ഇല്ലേ, ഈ ഒരു ഫാക്ടറിൽ നമ്മൾ കൂടുതൽ ഈ എൻവയോൺമെൻറ്റിനകത്ത് പറയുന്നത് എന്താണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ ഏജ് കോമ്പോസിഷൻ അല്ലെങ്കിൽ സെക്സ് കോമ്പോസിഷൻ, മെയിൽ ഓർ ഫീമെയിൽ കോമ്പോസിഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി സൈസ്, എഡ്യൂക്കേഷൻ ലെവൽ, കാസ്റ്റ്, റിലീജിയൻ, ഇതിനെല്ലാമാണ് നമ്മൾ ബിസിനസ്സിൽ ഏറ്റവും. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം തന്നെ എന്താണ്, ബിസിനസ്സിന് റെലവൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം തന്നെ, അതായത് ഒരു മാർക്കറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് വിത്ത് ഗ്രോയിങ് പോപ്പുലേഷൻ ആൻഡ് ഇൻകം ആർ ഗ്രോയിങ് മാർക്കറ്റ്സ് എന്ന് പറയാം. അതായത് ഒരു മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ പോപ്പുലേഷൻ കൂടുന്നു അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ ഇൻകം കൂടുകയാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, മാർക്കറ്റ് വളരുകയാണ്. And so rapidly increasing population indicates growing demand of many products. അതുകൊണ്ട് തന്നെ ഈ പോപ്പുലേഷൻ കൂടുന്നു, അവർ ഓരോരുത്തരുടെ ഇൻകം കൂടുമ്പോൾ അതനുസരിച്ചുള്ള പർച്ചേസിങ് പവർ കൂടും. അപ്പോൾ അതനുസരിച്ച് എന്താണ്, നമ്മൾ വിൽക്കുന്ന പ്രോഡക്ട്സിന് ഡിമാൻഡ് കൂടുന്നു. അതുപോലെ തന്നെ എന്താണ്, ഈ പോപ്പുലേഷൻ ഗ്രോത്ത് കൂടുന്നതനുസരിച്ച് നമ്മുടെ ലേബർ സപ്ലൈ ഇല്ലേ, അതിൽ നിന്ന് കൂടുതൽ ലേബേഴ്സിനെ നമുക്ക് കണ്ടെത്താനും ഒരു ചീപ്പ് ലേബേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരു മൾട്ടിനാഷണൽ കമ്പനീസൊക്കെ എന്ത് ചെയ്യും, ഡെവലപ്പിംഗ് കൺട്രീസിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനും സഹായമാകും. And if labor is easily mobilized between different occupation and region, its supply will be relatively smooth and they will be affect the വേജ് റേറ്റ്. അപ്പം ഈ ലേബർ സപ്ലൈ ഇല്ലേ, അതായത് ഒത്തിരി പോപ്പുലേഷൻ കൂടുന്നു, അവരുടെ ഇൻകം കൂടുന്നു, അതുപോലെ ലേബർ സപ്ലൈ കൂടുന്നു എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, ഓരോ റീജിയൻ വൈസ് നമുക്ക് ലേബേഴ്സിനെ ആവശ്യം പോലെ കിട്ടുകയും അതൊരു ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്മൂത്ത് ലെവലിലേക്ക് പോകുന്നു. എന്നാൽ വേജിനെ അത് അഫക്റ്റ് ചെയ്യും. കാരണം ഇത്രയും ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കും. സോ ഒരു പേഴ്സണൽ മാനേജ്മെൻറ്റ് വിൽ ബിക്കം എ വെരി കോംപ്ലെക്സ് ടാസ്ക്. അതായത് പിന്നെ HR മാനേജ്മെൻറ്റിൽ ഒരു പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുക ഒരു കോംപ്ലെക്സ് ടാസ്ക് ആയിട്ട് മാറും. കാരണം എന്താണ്, ലേബർ ഇസ് ഹൈലി ഹെറ്ററോജീനിയസ് ഇൻ റെസ്പെക്ട് ഓഫ് ലാംഗ്വേജ്, കാസ്റ്റ്. അപ്പം ഈ ലേബേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അവർ പല കാറ്റഗറീസിൽ വരുന്നവരാണ്. അതായത് അവരുടെ ലാംഗ്വേജ് വൈസ്, കാസ്റ്റ് വൈസ്, റീജിയൻ വൈസ് ഒക്കെ ഒത്തിരി ഡിഫറൻസുകൾ അവർക്കുണ്ടാവും. So population with varied tasks, preferences, beliefs അല്ലെങ്കിൽ give rise to different demand pattern and call for different marketing strategy. അപ്പോൾ ഈ പോപ്പുലേഷൻ കൂടുമ്പോൾ ഒരു സൈഡിൽ അല്ലേ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഗ്രോത്ത് തന്നെ കാണിക്കുന്നു, എന്നാൽ മറുവശത്ത് എന്താണ്, ഇവരെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞൊരു കോംപ്ലെക്സ് ടാസ്ക്കാണ്. അതുപോലെ തന്നെ എന്താണ്, ഇവരുടെ എല്ലാം ഡിമാൻഡ്സുകൾ അല്ലെങ്കിൽ ഈ പോപ്പുലേഷൻ്റെ എല്ലാം ഡിമാൻഡ്സ് പല രീതിയിലാണ്, പല പാറ്റേൺസിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലതരം മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിലൂടെ മാത്രമേ ഈ എൻവയോൺമെൻറ്റ്, അതായത് ഒരു ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റിനെ നമുക്ക് കണക്കാക്കാൻ പറ്റൂ. ഐ തിങ്ക് യു ആർ ക്ലിയർ വിത്ത് ദ ടോപ്പിക് environment, that is demographic environment. So the next is technological environment. So in order to survive in today's competitive world, a business has to adopt technological changes from time to time. So constant innovation is essential because the purpose of every business is to create a customer.
and therefore every business enterprise has two basic functions, that is marketing and innovation. So in technological environment, the product or service remains the same, but the method of performing the function is always new. So we can say technological environment also includes research base of decisions. That is, research identifies the consumer needs and provides information for target setting and programming the complete marketing effort. So, the fast changes in technology also create problems for enterprise, and these render plans and products obsolete quickly. So, a firm which is unable to cope with the technological changes may not survive. So, in this technological environment, we can say that the business has to adopt the technological changes from time to time, and so the firm which is unable to cope with these technological changes may not survive. അപ്പോൾ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിൽ പറയുന്നത് എന്താണ്, ഏതൊരു ബിസിനസ് സ്ഥാപനത്തിനും സമയാസമയങ്ങളിൽ ടെക്നോളജിക്കൽ ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കണം. അതായത് ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ ടെക്നോളജി ഹയർ ചെയ്തില്ല എങ്കിൽ നമ്മുടെ സ്ഥാപനം മുന്നോട്ട് നീങ്ങുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് ഫങ്ഷൻസ് ആണ്, ഒന്ന് മാർക്കറ്റിംഗ്, രണ്ടാമത് ഇന്നോവേഷൻ ഇല്ലേ. അപ്പം ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇല്ലേ, പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക, പുതിയ മാർക്കറ്റിനെ കണ്ടെത്തുക, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇന്നോവേറ്റീവ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരിക. പിന്നെ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആവാം, അല്ലെങ്കിൽ 4 പീസുകളാണ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ കൊണ്ടുവരണം. അപ്പോൾ ടെക്നോളജി എന്ന് പറയുമ്പോൾ എന്താണ്, ദ പ്രോഡക്ട്സ് ഓർ സർവീസസ് റിമൈനിങ് ദ സെയിം, ബട്ട് ദ മെത്തേഡ് ഓഫ് പെർഫോമിങ് ദ ഫങ്ഷൻ ഇസ് ഓൾവേസ് ന്യൂ. അപ്പം പ്രോഡക്ട്സ് ഇപ്പം നമുക്കറിയാം, നമ്മൾ ഓർമ്മ വെച്ച കാലം മുതലേ ഉപയോഗിക്കുന്ന പല പ്രോഡക്ട്സുകളും ഉണ്ട്, പക്ഷേ അതിൻ്റെ ന്യൂ വേരിയൻസ് നമ്മൾ ഇപ്പോഴും ഇല്ല. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ സോപ്പ് എടുക്കുകയാണെങ്കിൽ പണ്ടൊക്കെ നമുക്ക് ഒരു പർട്ടിക്കുലർ സോപ്പ് ഇല്ലേ, ഒരു റെക്റ്റാങ്കിൾ സ്ക്വയർ ഷേപ്പിലുള്ള സോപ്പുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓവൽ ഷേപ്പുണ്ട്, ജെല്ലി സോപ്പുകളുണ്ട്, പിന്നെ പല ഫ്ലേവേഴ്സുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ്, ഒരു ഇന്നോവേറ്റീവ് സ്റ്റൈലിൽ പ്രോഡക്ട്സ് മുന്നോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു ഫേം ആയാൽ അല്ലെങ്കിൽ ഒരു കമ്പനി ആണെങ്കിൽ നമ്മുടെ ഈ ടെക്നോളജി നിലനിൽപ്പിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ടെക്നോളജിക്കൽ ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ. യു ആർ ക്ലിയർ വിത്ത് ദി പോയിന്റ്. International environment. So another environmental factor which is fast merging as a force to reckon with the international environment. So the implication of global or international environment may be, due to the liberalization, Indian companies are forced to view business issues from the global perspective, and safe and protected markets are no longer there. So world is becoming small in size due to advanced means of transport and communication facilities. So learning of foreign language is must for every business manager. Acquiring familiarities with foreign currency is also a must. So facing political and legal uncertainty is inevitable. So to survive amidst intense competition, every businessman should try to adapt his products to different customer needs and taste. So we can say that mobilization of resources, particularly financial, is an essential starting point in the process of international environment. So in order to mobilize public savings, many Indian companies are issuing new share capital in the international market. So in here, the international or a global environment means that due to liberalization, Indian companies are forced to view business issue from the global perspective. And so learning of foreign languages must for every business manager. And so acquiring familiarity with the foreign currency is also a must. So and facing political and legal uncertainty is inevitable. സോ അപ്പം ഒരു ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ,
ഇൻ്റർനാഷണൽ ലെവലിൽ അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്യാൻ ഇറങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങളെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ പോളിസിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, ആദ്യകാലത്തൊക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ളൊരു മാർഗ്ഗം ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെയാണ് ഇൻഡസ്ട്രിയൽ പോളിസി വരെ ലിബറലൈസേഷൻ എന്ന് പറയുന്നത് വരികയും, ലിബറലൈസേഷൻ വന്നതോടുകൂടിയാണ് ഇന്ത്യൻ കമ്പനീസ് എന്ത് ചെയ്തത്, ഒരുപാട് ഗ്ലോബൽ ലെവലിലേക്ക് പോവുകയും, അപ്പോൾ അവരുടെ ഒരു കാഴ്ചപ്പാട് തന്നെ എന്താണ്, ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇന്ത്യൻ കമ്പനി ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ തന്നെ എന്താണ് അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിലായി, അതായത് നാളെ ഫ്യൂച്ചറിൽ നമുക്കത് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മളതിനെ ആ ഗ്ലോബൽ പെർസ്പെക്റ്റീവിലൂടെ വേണം അതിനെ കാണാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ ഒരു ബിസിനസ് മാനേജർ എന്ത് വേണം, ഫോറിൻ ലാംഗ്വേജസ് പഠിക്കാൻ തയ്യാറാവണം. അതായത് നമ്മുടെ ഇന്ത്യൻ കമ്പനീസിനെ എബ്രോഡിലേക്ക് കൊണ്ടുപോകുമ്പം ഏത് രാജ്യത്തേക്കാണോ പോകുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജസ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കറൻസീസ്, ഫോറിൻ കറൻസികളെ പറ്റി കൂടുതൽ അറിയണം. പിന്നെ പൊളിറ്റിക്കൽ ലീഗൽ അൺസർട്ടനിറ്റി, നമ്മുടെ രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നതിനൊക്കെയല്ല നമ്മൾ ഫോറിൻ കൺട്രീസിൽ പോയി ബിസിനസ് ചെയ്യുന്നത്. അപ്പം ആ പൊളിറ്റിക്കൽ ലീഗൽ അൺസർട്ടനിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂസ് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു സർവൈവൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു നിലനിൽപ്പ് വേണമെങ്കിൽ ഒരു ബിസിനസ്മാൻ ഷുഡ് അഡാപ്റ്റ് പ്രോഡക്ട്സ് ഡിഫറെൻറ്റ് കസ്റ്റമർ നീഡ്സ് ആൻഡ് ടേസ്റ്റ്. അതായത് ഇന്ത്യൻ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് പ്രിഫറൻസ് അറിയണം. അതുപോലെ ഗ്ലോബൽ ലെവലിലേക്ക് ചെല്ലുമ്പം അവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും പ്രിഫറൻസ് ടേസ്റ്റൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, പർട്ടിക്കുലർലി ഫിനാൻസ് ഇസ് ആൻ എസെൻഷ്യൽ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഒരു ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റിലേക്ക് നമ്മൾ ബിസിനസ്സിനെ കൊണ്ടുപോയാൽ അവിടെ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്, ഒരു ഫിനാൻഷ്യൽ പ്രോസസ്സ് അല്ലെങ്കിൽ പൈസ എന്ന് പറയുന്നത്, അതായത് കറൻസി, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ എന്ത് ചെയ്യണം, ഫോറിൻ മാർക്കറ്റിൽ നമ്മൾ മണി ഇൻവെസ്റ്റ് ചെയ്യണം. സോ ഇൻ ഓർഡർ ടു മൊബിലൈസ് പബ്ലിക് സേവിങ്, മെനി ഇന്ത്യൻ കമ്പനീസ് ആർ ഇഷ്യൂവിങ് ന്യൂ ഷെയർ ക്യാപിറ്റൽ ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്സിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനീസ് ഒരുപാട് പേര് തന്നെ എന്താണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്ത്യൻ പ്രോഡക്ട്സിനെ മൾട്ടിനാഷണൽ പ്രോഡക്ട്സുകളാക്കണം, അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ പ്രോഡക്ട്സിലേക്ക് കൊണ്ടെത്തിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു ഇൻ്റർനാഷണൽ. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു പെർസ്പെക്റ്റീവ്, അതായത് ഗ്ലോബൽ പെർസ്പെക്റ്റീവിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ മാർക്കറ്റിനെ ഗ്ലോബൽ ലെവലിലേക്ക് കൊണ്ടുപോകാൻ. സോ ദ വേൾഡ് ഈസ് ബിക്കമിങ് സ്മോൾ ഇൻ സൈസ് ഡ്യൂ ടു അഡ്വാൻസ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി. അതുകൊണ്ട് തന്നെ അറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ ഗ്ലോബലൈസേഷനൊക്കെ ഒരു കുടക്കീഴിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വേൾഡ്, പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എബ്രോഡ് എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി ദൂരം പോലെ ഫീൽ ചെയ്യും. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു സൈസ്, ഈ ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഫീസിബിൾ ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് എന്താണ് എല്ലാം ഈസി ആക്സസിബിൾ ആണ്. സോ clear with the point, international environment. So this is the end of today's section. So last few sections we are discussing the environmental factors, that is micro environment and macro environment. Micro environment may be divided into suppliers, customers, labor, business associates and competitors. And the macro factors may be economic environment, political and government environment, socio-cultural environment, natural environment, and today we discussed demographic environment, technological environment and international environment. So this is a essay question for university exams, so prepare well, study well.